മണ്ണിൽ ആവേശത്തോടെ പുരോഗമിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ കളി മൈതാനത്തിനപ്പുറം കടുത്ത ഭൗമരാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് കൂടി വേദിയൊരുങ്ങുകയാണ്. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ഇറാൻ ദേശീയ ടീമിന് നേരെ ആസൂത്രിതമായ യാത്രാ വിലക്കുകളും വിസ പ്രതിസന്ധികളും ഉണ്ടാകുന്നു എന്ന ഗുരുതരമായ ആരോപണവുമായി ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ രംഗത്തെത്തിയതോടെ ലോകകപ്പ് കടുത്ത വിവാദത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ലോകകപ്പ് വേദികളിലേക്കുള്ള യാത്രകളിൽ തങ്ങളുടെ ടീമിനെ ലക്ഷ്യം വെച്ച് മനഃപൂർവ്വം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് ടെഹ്റാന്റെ പ്രധാന ആക്ഷേപം. ഈ ടൂർണമെന്റിലുടനീളം തങ്ങൾക്ക് നേരിടേണ്ടി വന്ന വിവേചനപരമായ നയങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫയ്ക്ക് ഔദ്യോഗികമായി പരാതി നൽകാനാണ് ഇറാന്റെ തീരുമാനം. മാസങ്ങൾക്ക് മുൻപ് തന്നെ കൃത്യമായി യാത്രാരേഖകളും വിവരങ്ങളും സമർപ്പിച്ചിട്ടും മത്സരവേദികളിലേക്ക് യഥാസമയം എത്തുന്നതിൽ നിന്ന് തങ്ങളെ തടയുന്ന രീതിയിലാണ് US ഉൾപ്പെടെയുള്ള ആതിഥേയ രാജ്യങ്ങളുടെ നീക്കങ്ങളെന്ന് ഇറാൻ ആരോപിക്കുന്നു. ഇതോടെ കളി മൈതാനത്തെ തന്ത്രങ്ങളെക്കാൾ വലിയ ചർച്ചയായി ഈ അന്താരാഷ്ട്ര തർക്കം മാറിയിരിക്കുകയാണ്. ടൂർണമെന്റിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിന് തൊട്ടു മുൻപ് തന്നെ ഈ പ്രതിസന്ധിയുടെ സൂചനകൾ പുറത്തു വന്നിരുന്നു. ന്യൂസിലാൻഡിനെതിരെയുള്ള ഇറാന്റെ ഉദ്ഘാടന മത്സരത്തിന് മുന്നോടിയായി ടീമിലെ പ്രധാന കളിക്കാർക്കും സാങ്കേതിക പ്രവർത്തകർക്കും വിസ അനുവദിക്കുന്നതിൽ കടുത്ത താമസം നേരിട്ടിരുന്നു. ലോകകപ്പ് പോലൊരു വൻകിട കായികമേളയിൽ ഒരു രാജ്യത്തോട് കാണിക്കുന്ന ഈ സമീപനം തികച്ചും അന്യായമാണെന്നും കായിക രംഗത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമമാണിതെന്നും ഇറാൻ ഭരണകൂടം ചൂണ്ടിക്കാണിക്കുന്നു. നിലവിൽ ടൂർണമെന്റ് ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇറാൻ ടീമിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് പുതിയ യാത്രാ നിയന്ത്രണങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത്. മത്സരങ്ങൾ നടക്കുന്ന വ്യത്യസ്ത നഗരങ്ങളിലേക്കുള്ള വിമാനയാത്രകളും താമസ സൗകര്യങ്ങളും തടസ്സപ്പെടുന്നത് കളിക്കാരുടെ മാനസികാവസ്ഥയെയും കായികക്ഷമതയെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരിശീലന സെഷനുകൾ പോലും പലതവണ റദ്ദാക്കേണ്ടി വന്നത് ഇറാന്റെ കോച്ചിംഗ് സ്റ്റാഫിന്റെ ആസൂത്രണങ്ങളെ പൂർണ്ണമായും തകിടം മറിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന രാഷ്ട്രീയ വൈര്യം കളിമൈതാനത്തേക്ക് പടരുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കാണുന്നത്. തങ്ങളുടെ മണ്ണിൽ നടക്കുന്ന ലോകകപ്പിൽ ഇറാൻ ടീമിന് പരമാവധി സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കൻ അധികൃതർ തങ്ങളുടെ വിസ ഇമിഗ്രേഷൻ നിയമങ്ങളെ ആയുധമാക്കുന്നു എന്ന ആരോപണം ശക്തമാണ്. ഫുട്ബോൾ എന്ന വികാരത്തെ പോലും തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി വൻ ശക്തികൾ ഉപയോഗിക്കുന്നു എന്ന രീതിയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത്. യാത്രാ തടസ്സങ്ങൾ കാരണം ടീമിന് കൃത്യസമയത്ത് മത്സരവേദികളിൽ എത്താൻ കഴിയാത്തത് ടൂർണമെന്റ് ലോജിസ്റ്റിക് സംവിധാനങ്ങളുടെ പരാജയമായിട്ടാണ് ഇറാൻ കരുതുന്നത്. ഒരു ലോകകപ്പ് ടൂർണമെന്റ് നടത്തുമ്പോൾ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും തുല്യമായ പരിഗണനയും സുരക്ഷയും ഉറപ്പാക്കേണ്ടത് ഫിഫയുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഈ ഏകപക്ഷീയമായ നീക്കങ്ങൾക്ക് മുന്നിൽ ഫിഫ നിസ്സംഗത പാലിക്കുകയാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫയ്ക്ക് നൽകുന്ന പരാതിയിൽ ടൂർണമെന്റിന്റെ സംഘാടനത്തിലുണ്ടായ ഗുരുതരമായ വീഴ്ചകൾ അക്കമിട്ട് നിർത്തുന്നുണ്ട്. തങ്ങളുടെ കളിക്കാരെ മാനസികമായി തളർത്താനും കളിയിൽ അവരുടെ ശ്രദ്ധ തിരിക്കാനും വേണ്ടിയാണ് ഇത്തരം പ്രതിസന്ധികൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നത്. കായിക രംഗത്തെ സമത്വത്തെയും നന്മയെയും ഉയർത്തിപ്പിടിക്കുന്ന ഫിഫ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ശക്തമായ നിയമ നടപടികളുമായി അന്താരാഷ്ട്ര കായിക കോടതിയെ സമീപിക്കാനും ടെഹ്റാൻ ആലോചിക്കുന്നുണ്ട്. ടീമിന്റെ മുഖ്യ പരിശീലകനും സാങ്കേതിക സമിതിയും ഈ വിഷയത്തിൽ കടുത്ത അമർഷത്തിലാണ്. ഒരു അന്താരാഷ്ട്ര ടൂർണമെന്റിനായി മാസങ്ങളോളം നടത്തുന്ന കഠിനാധ്വാനമാണ് ഭരണകൂടങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കാരണം ഇല്ലാതാകുന്നത്. കളിക്കാർക്ക് ആവശ്യമായ വിശ്രമമോ കൃത്യമായ പരിശീലനമോ ലഭിക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയുമെന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് ടൂർണമെന്റിന്റെ ഫലത്തെ തന്നെ ബാധിക്കുമെന്ന ആശങ്കയും അവർ പങ്കുവയ്ക്കുന്നു. ഈ വിവാദം ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർക്കിടയിലും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. കായിക രംഗത്ത് രാഷ്ട്രീയം കലർത്തുന്നത് ഫുട്ബോളിന്റെ ഭംഗി കെടുത്തുമെന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. ഇറാൻ ടീമിനെ നേരിടേണ്ടി വന്ന ഈ ദുരനുഭവം ഭാവിയിൽ മറ്റു രാജ്യങ്ങൾക്കും ഉണ്ടായേക്കാമെന്നതിനാൽ ആതിഥേയ രാജ്യങ്ങളുടെ ഇത്തരം അനാവശ്യ ഇടപെടലുകളെ നിയന്ത്രിക്കാൻ ഫിഫ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. അമേരിക്കൻ മണ്ണിൽ ഇറാൻ ടീമിനെതിരെ നടക്കുന്ന ഈ വേട്ടയാടൽ ഇറാനിലെ ജനങ്ങൾക്കിടയിലും കടുത്ത ജനരോഷത്തിന് കാരണമായിട്ടുണ്ട്. തങ്ങളുടെ ദേശീയ ടീമിനോട് കാണിക്കുന്ന ഈ അനീതിക്കെതിരെ സോഷ്യൽ മീഡിയയിലുടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ഇത് കേവലം ഒരു കായിക തർക്കം എന്നതിനപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഫിഫ ഈ പരാതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ടൂർണമെന്റിന്റെ മുന്നോട്ടുള്ള പോക്ക്. അമേരിക്കൻ ഭരണകൂടത്തോട് മൃദു സമീപനം സ്വീകരിക്കുന്ന ഫിഫ ഇറാന്റെ ആവശ്യങ്ങളെ തള്ളിക്കളയാനാണ് സാധ്യതയെന്ന് ചില കായിക നിരീക്ഷകർ വിലയിരുത്തുന്നു. എന്നാൽ ശക്തമായ തെളിവുകളോടെയാണ് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതിനാൽ ഫിഫയ്ക്ക് ഈ വിഷയത്തെ അത്ര എളുപ്പം അവഗണിക്കാൻ കഴിയില്ല.
ടൂർണമെന്റിന്റെ നിർണായക മത്സരങ്ങൾ വരാനിരിക്കെ ഈ മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ഇറാൻ ടീമിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രതിസന്ധികൾക്കിടയിലും കളി മൈതാനത്ത് മികച്ച പ്രകടനം പുറത്തെടുത്ത് തങ്ങളുടെ മറുപടി നൽകാനാണ് കളിക്കാർ ശ്രമിക്കുന്നത്. എങ്കിലും വടക്കേ അമേരിക്കൻ ലോകകപ്പിന്റെ ചരിത്രത്തിൽ കറുത്തപാടായി മാറുന്ന ഒന്നായി ഈ യാത്രാവിലക്ക് വിവാദം ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞു.